നമസ്കാരം, കുക്ക് ട്രാവലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സമോസയാണ്. നമ്മുടെ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമോസ ആണ്, സ്നാക്സ് ആണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു ബീഫ് വെച്ചാണ്, ബീഫിൻ റെസിപ്പിയിലാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ശ്രീലങ്കയിൽ നിന്നുള്ള നമ്മുടെ ഇന്ത്യാസ്. നേരത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യാസിന് മലയാളമൊക്കെ അറിയാം. അതിനകത്ത് കുറേ ആൾക്കാരുണ്ട് ചോദിച്ച് ശ്രീലങ്കയിലുള്ള ആൾക്ക് എങ്ങനെ മലയാളമൊക്കെ അറിയാമെന്ന്. ഇന്ത്യാസ് ഇവിടെ വന്നെല്ലാം പഠിച്ച് ഇവിടെ 16 വർഷമായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ്. നമുക്ക് അതിൻ്റെ റെസിപ്പി കാണാം. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇന്ത്യാസ്, ഇന്ന് നമ്മളെന്തോ സമോസയാണോ ഉണ്ടാക്കുന്നത് അല്ലേ? ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് സമൂസ. ബീഫ് സമൂസക്ക് ആവശ്യമായ സാധനങ്ങൾ പിന്നെ മുറിച്ച ഉള്ളി, ഒരു 2 ഉള്ളി, പിന്നെ ചെറിയ മുളക, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ബീഫ് മീൻസ്, കീമാണ്ട് പറയുന്നത് ബീഫ് മീൻസ്. പിന്നെ ഇത് കുക്ക് ചെയ്ത നമ്മൾ വേവിച്ചെടുത്ത പൊട്ടാറ്റോ. അതെ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ സമോസയുടെ റെഡിമെയ്ഡ് ഷീറ്റ് ആണ് അല്ലേ? ഇത് റെഡിമെയ്ഡ് ഷീറ്റ്, ഇത് കടയിൽ കിട്ടുന്നുണ്ട്. ഇത് 500, ഇതിൽ 100 ഷീറ്റ് ഉണ്ട്. ഓക്കെ. ഇത് വെച്ചാണ് നമ്മൾ സമോസ ഉണ്ടാക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് വേണ്ടി പിന്നെ ഇപ്പം നമ്മൾ റെഡിയാക്കാം. ഓക്കെ. ഓയിൽ, ഇതിപ്പോൾ ആദ്യം നമ്മൾ ആ കീമ റെഡിയാക്കി എടുക്കുവാണ് അല്ലേ? അത് വെളിച്ചെണ്ണ, ഉള്ളി ഇടാം, ഉപ്പ് ഇടാം. ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് ഇടാം. ഒരു സ്പൂൺ, 1/4 സ്പൂൺ ഉപ്പിട്ട്. ഓക്കെ, ഓണിയൻ നന്നായിട്ട് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ടായോ. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ചുമലി പൗഡർ, ചില്ലി പൗഡർ, അത് 1 സ്പൂണാണ്. പിന്നെ കുറച്ച് ധനിയ, മല്ലിപ്പൊടി, ബീഫ് കീമ ഇടാം, മീൻസ്, ഒരു 5 നിമിഷം അടച്ചിട്ടോ. അടപ്പ് കൊണ്ട് കുറച്ച് ഒരു 5 നിമിഷം വേകാൻ വേണ്ടി അടച്ചിട്ടോ. അത് ബോയിൽ ചെയ്ത കിഴങ്ങുണ്ടല്ലോ, പൊട്ടാറ്റോ, അത് നല്ലതായിട്ട് ഇങ്ങനെ കൈയായിട്ട് ക്രഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് അതോടെ മേജ് ആകും പെട്ടെന്ന്. നമ്മുടെ കീമ അവിടെ ഓപ്പൺ ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആ ഉരുളക്കിഴങ്ങ് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് അല്ലേ? നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കീമ റെഡിയായി. സമൂസേൻ്റെ കീമ റെഡി. സമൂസയ്ക്ക് ഉള്ളിൽ വെക്കേണ്ട ഫില്ലിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? നമ്മുടെ കീമ റെഡി. ഇപ്പം നമുക്ക് ഈ സമൂസയുടെ ലീവില് ആ ഷീറ്റിൽ നമ്മൾ ഇത് ആഡ് ചെയ്യാൻ പോകും അല്ലേ? സമൂസയുടെ ലീവില് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് പിന്നെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഗ്യാപ്പില്ലാതെ ടൈറ്റായിട്ട് തന്നെ അത് നല്ല രീതിയിൽ ചുറ്റണം. റോൾ ചെയ്ത് വരണം. ഇങ്ങനെ റോൾ ചെയ്ത് പിന്നെ ഫൈനലി അത് ചിലപ്പോൾ ഒട്ടിപ്പടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ കുറച്ച് നമ്മൾ മൈദ കലക്കി വെച്ചേക്കുന്നത്, മൈദൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് അത് ജസ്റ്റ് ഒന്ന് അത് നല്ല ടൈറ്റായിട്ടിരുന്നുള്ളൂ. ടൈറ്റായിട്ട് വരും. സമൂസ റെഡി. പിന്നെ എല്ലാമായിട്ട് ഉണ്ടാക്കി പിന്നെ ഫ്രൈ ചെയ്യാം. ഓക്കെ, സമൂസ റെഡി. ഇപ്പോൾ ഞങ്ങളിത് ഫ്രൈ ചെയ്യണം, അത്ര ബാക്കിയുള്ളൂ. ഇപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ടല്ലേ? എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ സമൂസ ഇടാം.
Okay, samosa ready. Let's come to eat. അപ്പോൾ നമ്മുടെ സമോസ റെഡി ആയ ടേബിൾ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നുണ്ട് വരെ സൈൻ ഓഫ്.